ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് വീണ്ടും മുംബൈയിലെ ഹാജി അലി ദർഗയിലേക്ക് സന്ദർശനം നടത്തുന്നത്. മുംബൈയിൽ പോയാൽ ഹാജി അലി ദർഗയിൽ പോവുക, കാഴ്ചകൾ കാണുക എന്നതൊരു സ്ഥിരം പരിപാടിയാണ്. 10 വർഷത്തിൻ്റെ മാറ്റമെന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം തന്നെയാണ്. ദർഗയുടെ പരിസരത്തോ അല്ല ഈ വികസനം. റോഡുകളും പാലങ്ങളും ഫ്ലൈ ഓവറുകളും അണ്ടർപാസുകളും എല്ലാം കൂടി മുംബൈയുടെ മുഖച്ഛായ തന്നെ മാറിയിട്ടുണ്ട്. എന്നാൽ കരയിൽ നിന്ന് കടലിലേക്കുള്ള ഹാജി അലി ദർഗയുടെ വഴികൾ ഇന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പോലെ തന്നെ അസൗകര്യങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ദർഗയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാൾ മോശം അവസ്ഥയിലാണ്. ഇത്രയധികം വരുമാനമുള്ള ഒരു ദർഗ ഇപ്പോഴും അതിൻ്റെ മോടിയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും ദർഗയ്ക്ക് സമീപമുള്ള നിസ്കാരപ്പള്ളി വളരെ മനോഹരമാണ്. കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ച മാർബിൾ മൊത്തമായി പതിപ്പിച്ച പള്ളിയായിരുന്നു. ഹാജി അലി ദർഗയിൽ നിന്നുള്ള രാത്രികൾ അതിമനോഹരമാണ്. കാഴ്ചകൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ദീപാലങ്കൃതമായ റോഡുകളും നഗരവീഥികളും ബിൽഡിങ്ങുകളും എല്ലാം കൂടി 360 ഡിഗ്രിയിൽ നോക്കുമ്പോൾ വലിയ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇപ്പോഴും അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഹാജി അലി ദർഗയിലേക്ക് ഒരു തവണ പോയാൽ വീണ്ടും പോകാൻ നമ്മൾ മടിക്കും. ദർഗയിലേക്ക് കാണിക്കയായി വരുന്ന കോടിക്കണക്കിന് രൂപ ഏത് വഴിയിലാണാവോ ചിലവാകുന്നത് എന്നറിയില്ല. ദർഗയിലേക്ക് പോകുന്ന വഴികളെങ്കിലും നന്നായി സംരക്ഷിക്കാനോ ഭിത്തി കെട്ടാനോ ഇപ്പോഴും സാധിച്ചു.